കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഈ ക്യാമറയും അല്ലെങ്കിൽ സ്റ്റോറേജ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ യാത്രക്കാരുടെയും മറ്റ് നിരത്തിലൂടുന്ന വാഹനങ്ങളുടെയും സുരക്ഷയും റെക്ലെസ് ഡ്രൈവിംഗും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയും അതിനുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയുമാണ്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന സമയത്ത് ഒരു ലോങ് ഡ്രൈവ് ബസ്സാണ്, തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ്. അവിടെ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞാണ് സ്വാഭാവികമായിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യുക. ബസ് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്തെത്തി ഇഷ്യൂ ഉണ്ടായ സമയം മുതലേ ഡ്രൈവർ പറയുന്നു ഇതിനകത്ത് റെക്കോർഡിംഗ് ഉണ്ട്, CCTV ഉണ്ട്, CCTV ഫുട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസം പരിശോധിച്ചാൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ റോഡിൽ ആർക്കെങ്കിലും സൈഡ് കൊടുക്കാതെ റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ചോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് പരിശോധിക്കും എന്നുള്ളതാണ് 27-ാം തീയതി മുതൽ യദു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 27-ാം തീയതി രാത്രി തന്നെ യദുവിനെ ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറക്കി പോലീസിന്റെ കൺട്രോളിലാണ് പിന്നെ ബസ് ഉള്ളത്. ബസ് നേരെ അതായത് പോലീസിന്റെ കൺട്രോളിലുള്ള അതോറിറ്റിയിലോട്ട് മാറ്റുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ആണ് പറയുന്നത് ഈ പറയുന്ന മെമ്മറി കാർഡ് ബസ്സിനകത്ത് ഇല്ല എന്ന്. സ്വാഭാവികമായിട്ടും അതിനകത്ത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും 100% ഒരു ദുരൂഹത നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ ബസ്സും അതിനകത്തുള്ള മെമ്മറി കാർഡ് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട്. ആർക്കാണോ മെമ്മറി കാർഡ് മിസ്സിംഗ് ആയാൽ ഗുണം ചെയ്യുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ മെമ്മറി കാർഡ് മാറ്റിയതാവാം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ളതിന് 2 ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, സംഭവം നടന്ന ഉടനെ തന്നെ KSRTC ഡ്രൈവർ ആയിരുന്ന ഒരു പബ്ലിക് സർവന്റ് പരാതി കൊടുത്തിട്ട് കേസ് എടുത്തില്ല. 2, അവരുടെ കസ്റ്റഡിയിലിരിക്കുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ് 27-ാം തീയതി മുതൽ KSRTC ബസ്. ഈ ബസ്സിനകത്ത് ഉള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒരു ഇൻവെന്ററി തയ്യാറാക്കണ്ടേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാസ്റ്റർ പ്രിപ്പയർ ചെയ്യേണ്ടേ. ഒരു വാഹനം റിക്കവറി നടത്തിയ ഉടനെ തന്നെ വാഹനത്തിനകത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള മഹസർ പ്രിപ്പയർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് വാഹനത്തിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പോലീസിന് പറയാൻ പറ്റുമായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ആ മെമ്മറി കാർഡിന് എന്ത് സംഭവിച്ചു പോയി എന്നുള്ളതും പോലീസിന് പറയാൻ പറ്റുമായിരുന്നു. സോ 100% ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ് ഈ മെമ്മറി കാർഡ് മിസ്സിങ്ങിനായിട്ടുള്ളത്. ഇനി എന്ത് തന്നെ റീസൺസ് പറഞ്ഞാലും അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ്. മോഷണ കുറ്റമാണോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. തെളിവ് നശിപ്പിക്കലാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. ഈ പറയുന്ന മെമ്മറി കാർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഈ ബസ്സിനകത്ത് ആരെങ്കിലും ബസ് സ്റ്റോപ്പിലല്ലാത്ത മറ്റൊരു സ്ഥലത്ത് അതിക്രമിച്ച് കയറിയോ, ഫെലോ പാസഞ്ചേഴ്സ് അകത്തുണ്ടായിരുന്ന ആൾക്കാരെ നിർബന്ധിച്ച് ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നിർബന്ധിച്ച് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചോ, ഇനി ആരെങ്കിലും മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്തോ, ഇതുപോലുള്ള പൊതുസമൂഹത്തിന് ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു എന്ന് കാണിക്കുന്ന വിഷ്വൽസ് 100% ആ പറയുന്ന ക്യാമറ വഴി, അതായത് വാഹനത്തിൽ ഡ്രൈവറിന്റെ പിൻസീറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വഴി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡിങ്സ് പുറത്തു വന്നാൽ ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവർ ഇത് നശിപ്പിച്ചിട്ടുണ്ടാവാം എന്നേ ജനങ്ങൾക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം എനിക്ക് പോലീസ് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പാരലായിട്ട് ഇതുപോലെ മറ്റൊരു ഏജൻസി വ്യക്തമായി ഈ കേസും അന്വേഷിക്കണം, യദുവിനെതിരെ എടുത്ത കേസും മറ്റൊരു ഏജൻസി അന്വേഷിപ്പിക്കണം. അത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യദു കഴിഞ്ഞ ദിവസം കമ്മീഷണർക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. തന്റെ കേസ് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 354 അനുസരിച്ചുള്ള കേസും തനിക്കെതിരെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടീസ് തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കേസും അത് രജിസ്റ്റർ ചെയ്യണമെന്നും തനിക്കെതിരെയുള്ള കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പറഞ്ഞ് യദു കമ്മീഷണർക്കും ബഹുമാനപ്പെട്ട DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തെളിവ് നശിപ്പിക്കൽ എന്നൊരു ഘട്ടത്തിലേക്ക് ഈ കേസിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതും പൂർണ്ണമായും നല്ല രീതിയിൽ ശക്തമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സൈഡില് തിരുവനന്തപുരം ഭരിക്കുന്ന മേയർ, അദ്ദേഹത്തിന്റെ ഭർത്താവായ MLAയും കുടുംബാംഗങ്ങളും, മറ്റേ സൈഡിലെ KSRTCയിലെ ഒരു എംപാനൽ ഡ്രൈവറുമാണ്. അപ്പം ഇതിന്റെ അന്തരം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവാം. ഈ KSRTC ഡ്രൈവറെ 27-ാം തീയതി ബസ്സിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം, അല്ലെങ്കിൽ ബസ്സിൽ നിന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം നാളെ ഇന്ന് വരെ KSRTCയിൽ ഒരു എംപ്ലോയി യൂണിയനോ മന്ത്രിയോ അദ്ദേഹത്തിന് വേണ്ടി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡി കിടക്കുന്ന ഒരു വാഹനം ഈ പറയുന്ന ഡ്രൈവറോ ഡ്രൈവറിന്റെ കൂട്ടാളികൾ ആരെങ്കിലും തന്നെ മെമ്മറി കാർഡ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല.
കാരണം അത് നടക്കുന്ന കാര്യമല്ല. അതേസമയം മറിച്ച് ചിന്തിച്ച് നോക്കൂ, ഭരണം കൈയാളുന്ന ആള്, തിരുവനന്തപുരത്തിന്റെ പ്രധാനി, അവരുടെ കീഴിലുള്ള പോലീസിന്റെ കസ്റ്റഡി കിടക്കുന്ന ഒരു വാഹനം, അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതാണ് പ്രോബബിലിറ്റി കൂടുതൽ? അത് ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിന്റെ റിട്ടേൺ ആണ്, ഫീഡ്ബാക്സ് ആണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളാരും മണ്ടന്മാരല്ല. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗവൺമെന്റും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പോലീസും ഇത്തരത്തിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ജനം നീതിക്ക് വേണ്ടി എവിടെ പോകും എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ. ആ ബസ്സിൽ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ഡേറ്റാസ് അടങ്ങിയ റിസർവേഷൻ ചാർട്ട് ഉണ്ടാകും. ഇനി അല്ല ഇടയ്ക്ക് നിന്ന് കയറിയ ആളാണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത CCTV റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡിലുണ്ടാവും. ആ മെമ്മറി കാർഡ് റിട്രൈവ് ചെയ്താൽ, അല്ല എന്നുണ്ടെങ്കിൽ ഫെലോ പാസഞ്ചേഴ്സും, അല്ലെങ്കിൽ ഈ ഇഷ്യൂ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റില്ല, എൻ്റെ കൂടെ യാത്ര ചെയ്ത് ഇന്നൊരാളായിരിക്കാം. ആ ആളിനെ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ ആ ആളിനെ കണ്ടെത്താനായിട്ട് പോർജീസ് മുൻകൈയെടുത്ത ആളിനെ കണ്ടെത്തണം. അപ്പൊ ഈ 15 പേരെയും സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെയും കണ്ടക്ടറിന്റെയും സ്റ്റേറ്റ്മെന്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് എടുക്കണം. അത് പ്രൊസീജിയറാണ്. ഈ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കണ്ടെത്തി കഴിയുമ്പോൾ ആരുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും ആ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോൺ പോലീസിന് റിക്കവറി നടത്താം. എന്നിട്ട് FSL അയച്ചിട്ട് ഈ പറയുന്ന ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫോണിൽ നിന്ന് മാറ്റപ്പെട്ട ദൃശ്യങ്ങൾ സുഗമമായിട്ട് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? പോലീസാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ ആർക്കെതിരെയാണ് അത് പ്രതിഫലിക്കുക? ആരെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ വിരൽ ചൂണ്ടുന്നവർക്ക് വേണ്ടി പോലീസ് ഇതിനകത്ത് ഇത്ര ഊർജ്ജസ്വലമായി അന്വേഷിക്കുമോ എന്നുള്ളതാണ് നമുക്ക് വരും കാലങ്ങളിൽ കാണേണ്ടത്.